വീണ്ടും ഒരു കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് വീഡിയോ ആണ്. അപ്പം പിന്നെ രാവിലെ തുടങ്ങി. രാവിലെ ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി പിന്നെ അരിപ്പൊടി, ഉഴുന്നും ചോറും മാത്രം അരച്ച് അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി ആയിട്ട് കിട്ടിയിരുന്നു. സാധാരണ പച്ചരിയും ഉഴുന്നും അരക്കുന്നതിനേക്കാളും അരിപ്പൊടിയും ഉഴുന്നരച്ചതും മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ല സൂപ്പർ ഇഡ്ഡലി ആയിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി ആയിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി അത് കഴിഞ്ഞു. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങളെ മോള് തൂക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ അടിച്ചു വരുന്നുണ്ട്. രാവിലത്തെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഇത് കോളിഫ്ലവറാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നെയ്പത്തിരി ഉണ്ടായിരുന്നു. അത് ഒന്ന് കറിയിൽ വിളയിക്കാൻ വേണ്ടി ഇങ്ങനെ വിളയിച്ചപ്പോൾ നല്ല മയമുണ്ട്. ഞങ്ങളങ്ങനെ ബാക്കി വരുന്ന ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം ഇച്ചിരി മയം ഇല്ലെങ്കിൽ കറിയിലിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതിപ്പോൾ കയ്യോടെ തന്നെ ഞാൻ ഇതാക്കിയിടുന്നതാണ്. അങ്ങനെ മുറിച്ചിട്ട് പീസാക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കറി, എന്ത് കറി വേണമെങ്കിലും ഒഴിക്കാം. ഇവിടെ ഇറച്ചിയുടെ ചാറായിരുന്നു, ബീഫ്. അത് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി, അടുപ്പത്ത് വെച്ച് ഇളക്കി മിക്സ് ചെയ്താൽ നല്ല മയം വരും. മീൻ കറിയിലും ഏത് കറിയിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളിതിനെ പത്തിരി വിളയിച്ചത്, അപ്പം വിളയിച്ചതെന്നൊക്കെ പറയും. പിന്നെ ഉച്ചക്ക് മീൻ കറിയായിരുന്നു. എനിക്ക് സാധാരണ ഇവിടുത്തെ മീനിൻ്റെ പേരുകളൊന്നും അറിയാറില്ല. പേര് പറഞ്ഞു ഫിലിപ്പായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം പേരറിയാമെങ്കിൽ നേരെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പം അതിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. ചട്ടിയിലോട്ട് ഒഴിച്ചു. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 കഷ്ണം വലിയ കുടമ്പുളി ഒക്കെ ചേർത്ത് കൊടുത്ത് മീനും കൂടി ചേർത്ത് ലാസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് കാച്ചി